ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ നമ്മളിതാ എയർപോർട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ബസ്സിൽ കയറ്റിയിട്ട് നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതാ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നടക്കാനുള്ള വഴിയേ ഉള്ളൂ, എന്നാലും ഒരു ബസ്സിന് കയറ്റി വിടുകയാണ്. അപ്പോൾ നമ്മളിതാ അവിടെ പോയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങാനുള്ള ടൈമായി ഇറങ്ങി തുടങ്ങി. അപ്പോൾ അപ്പുറത്ത് ഇതാ മറ്റൊരു ഫ്ലൈറ്റ്, ഇൻഡിഗോ എന്ന് പറഞ്ഞ ചെറിയ ഫ്ലൈറ്റ്, അത് നമ്മളെ ഇന്ത്യയിൽ മാത്രം സർവീസുള്ളൊരു ഫ്ലൈറ്റാണ് ഇൻഡിഗോ ചെറിയൊരു വിമാനമാണ് കേട്ടോ. ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന ചെറിയൊരു വിമാനമാണ് ഇൻഡിഗോ. അങ്ങനെ ഇതാ ആ ഫ്ലൈറ്റ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ ഫ്ലൈറ്റിലേക്ക് പോകാനും വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി നമുക്ക് അടുത്ത ഡ്യൂട്ടി ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ആ റൂമിൽ നിന്നൊക്കെ അങ്ങോട്ട് പോന്നിട്ട് ഇതാ ഈ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാ എല്ലാവരും കയറി തുടങ്ങണം. ആദ്യം ഈ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ കയറുക കേട്ടോ. നമ്മൾ വിമാനത്തിൽ കയറുക കേട്ടോ. അങ്ങനെ നിങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലേക്ക് ഇതൊക്കെ കയറുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭയങ്കര സൗണ്ട് കേട്ടോ. നമ്മളെ സീറ്റ് ഇവിടെ ചോദിച്ചോക്കാം. അപ്പോൾ ഞങ്ങൾ സീറ്റ് നമ്മൾ ഫ്രണ്ടിലാണ് ബുക്ക് ചെയ്തിട്ടത്. വിമാനത്തിലുള്ള മക്കളെ ഒരു രോഗം. അപ്പം ഞാൻ എയർപോർട്ടിനുള്ളിൽ നിന്ന് ഓരോട് ഞാൻ പറഞ്ഞു വിൻഡോ സീറ്റ് വേണമെന്നുള്ളത്. വിൻഡോ കാണണം എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിന് എക്സ്ട്രാ ചാർജ് വേണം എല്ലാവർക്കും. അതല്ല, സഫമോളെ സീറ്റ് കുറച്ച് ബാക്കിലായിരുന്നു കേട്ടോ. സഫമോളുടെ കുറച്ച് ബാക്കിലായപ്പോൾ തന്നെ പറഞ്ഞിനും ഒരാൾ മാത്രം ബാക്കിലാണ് പറഞ്ഞു. അപ്പോൾ ഏതാണ് പേര് വെച്ചപ്പോൾ സഫയാണ് പറഞ്ഞു. എന്തായിരിക്കും സ്ഥിതി? അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് സീറ്റും വിൻഡോയും തരാം, 700 രൂപ ചാർജ്. സർ, പൈലറ്റ് റൂം പ്ലീസ്, വ്ളോഗർ അപ്പോൾ പൈലറ്റിൻ്റെ റൂമൊന്ന് കാണാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല, കണ്ടുട്ടാ, ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ അവിടെ അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു. പൈലറ്റിനെ കണ്ടില്ലേ, ഒരു സിക്കുകാരനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സീറ്റിലേക്ക് ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോള് അരുവിലെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. പൊന്തിച്ചാ എന്നാ അങ്ങോട്ടിരിക്കേ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി കേട്ടോ. ഫ്ലൈറ്റ് കയറിയപ്പോൾ എങ്ങനെയുണ്ട് സഫമോളെ? സഫമോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇതാ ഈ ഫ്ലൈറ്റിൻ്റെ അരുവ് തന്നെ കയറി ഇരിക്കുന്നുണ്ട്. ഏയ് അത് പൊക്കും കാണണ്ടേ? ചെറിയ കുഞ്ഞ് വിൻഡോ ആണ് മക്കളെ. അല്ലാ, ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടേ അപ്പോൾ ആ ഫോൺ അവിടെ ക്ലിക്കാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതൊരു വിമാനം അവിടെ നിന്ന് പറന്നിറങ്ങി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ദൂരം വരുന്നുണ്ടോ കുഞ്ഞോളെ? അങ്ങനെ ഞങ്ങളെല്ലാവരും 5 പേരും കൂടി നേരെയുള്ള സീറ്റിൽ തന്നെ, ഓരോ ഭാഗത്ത് 3 സീറ്റാണല്ലോ. അപ്പോൾ ഒന്നിൽ 3 ആളിരുന്നു, ഒന്നിൽ 2 ആളിരുന്നു. നേരെ കാണുന്ന സീറ്റ് കേട്ടോ. നേരെ അപ്പുറത്ത് സഫമോള് വിമാനത്തിൽ ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കണം. ഹലോ, ഞങ്ങൾ വിമാനത്തിലാണ്. कैलिकट से अली जारी पर आपका स्वागत है। टाटा ग्रुप का हिस्सा और जिंदगी सहायक लाइन होने के नाते अपने जेट हमारे कोच से पान जगह हार्दिक स्वागत करते हैं। इस विमान के कप्तान गुरजीत सिंह हैं, उनसे कप्तान मोहम्मद शहीद है। അപ്പോൾ ഒരുങ്ങിയ ഒരുപാട് സുന്ദരികളായ എയർ ഹോസ്റ്റസുമാർ ഉണ്ട്. ഇത് മലയാളിയാട്ടോ. ഈ പെണ്ണ് എല്ലാവരുടെ ബാഗും ഒക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് ശരിക്കും വെച്ച് തരണൊക്കെ ഉണ്ട് കേട്ടോ. आलिन तक की दूरी हम 3 घंटा 15 मिनट में पूरी करेंगे। धन्यवाद। Dear guests, we'd like to welcome you on board Air India Express flight I-233. വിമാനത്തിൽ കയറിയപ്പോഴും നമ്മളെ നാട്ടുകാരൻ കേട്ടോ. നമ്മളെ നാട്ടുകാരൻ 2 ആളുകളെ കണ്ടു. നമ്മളെ തൊട്ട അയൽവാസി മോനെ കണ്ടു. പിന്നെ ഞങ്ങൾ നാളെ മുത്തിൻ്റെ LLB എക്സാം എഴുതാൻ പോയപ്പോൾ കണ്ട ഒരാളെയും കണ്ടു. ശരിക്കും കണ്ട അയൽവാസികൾ തന്നെ, പെരക്കാരെ പോലെ തന്നെ. Repeat the cabin, my colleague Sharma.
Maybe Sana and if the crew on board can communicate at Hindi, English, Malayalam and Bengali. This flight നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിയുന്ന സമയത്ത് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 6 സീറ്റ് ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സീറ്റ് ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ സഫമോൾ കണ്ടില്ലേ? ആര് ഇപ്പോൾ നമ്മളെ ഫ്ലൈറ്റിൻ്റെ പുറത്തുള്ള വ്യൂ ആണിത്. അത് ഗാലറിയിൽ നിന്ന് അങ്ങനെ കാണാൻ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. വിശാലമായ അവസ്ഥയിൽ നമ്മുടെ വിമാനത്തിൻ്റെ ചിറക് കാണുന്നുണ്ടോ? ചിറക് കാണുന്നുണ്ട്. വിമാനത്തിൻ്റെ ആ സംഭവം കണ്ടില്ലേ? കാണുന്നുണ്ട്. ഇപ്പോൾ പോവും. വണ്ടി എന്താ പോകത്തെന്ന് വെച്ചാൽ ഒരാൾ തിരക്കുകളുണ്ട്. കുഞ്ഞു പാവം നമ്മുടെ ഫ്രണ്ടിലെ സീറ്റിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു അമേരിക്കയൊക്കെയാണ് തോന്നുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക്. ചെറിയ ചൂടില്ലല്ലോ, തണുപ്പില്ലല്ലോ. എയറോസ്റ്റസിന്റെ വാക്ക് കേട്ട് കുട്ടികൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. കയറി കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് ഈ ഒരു ഫ്ലൈറ്റിൽ ഇരിക്കണം. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ അവർ പറയും ടൈം ആകുമ്പോൾ. അതിന് മുമ്പ് കുറച്ച് അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ, എയറോസ്റ്റസിൻ്റെ ഓരോ വാക്കുകൾ ഇതൊക്കെ കേൾക്കാണ്ടാവും. ഇപ്പോൾ എയറോസ്റ്റസും പൈലറ്റും ഭയങ്കര സംസാരം കേട്ടോ. 2 പൈലറ്റുമാരുണ്ട്. ഒന്ന് സിക്കുകാരനാണ്, ഒന്ന് വേറൊരു സാധാ ആളും. അപ്പോൾ നല്ല സംസാരം, ചിരി, കളി, വർത്താനം എല്ലാം കൂടിയാണ് പോലെ അവിടെ. ഇവിടെ ഞങ്ങൾ കയറി വന്ന കോണിയും കാര്യങ്ങളും ആ വാഹനം ഉപയോഗിച്ചത് മാറ്റുന്നുണ്ട്. കൊണ്ടുപോകുന്നു. അപ്പം അത് മാറ്റി നമ്മുടെ ഫ്ലൈറ്റ് പോകുവാനുള്ള അവിടെയൊക്കെ ഡോറും കാര്യങ്ങളൊക്കെ അവർ അടക്കുകയാണ്. ചാർജ് ചെയ്യാൻ പറ്റില്ല. नमस्कार, कृपया ध्यान दें, हम आपके सामने इस विमान की सुरक्षा सूचनाओं का प्रदर्शन करेंगे. आपकी सुरक्षा हमारे लिए अत्यंत महत्वपूर्ण है, क्योंकि इस विमान की सुरक्षा नियम दूसरे विमानों से अलग हो सकते हैं. हम आपसे निवेदन करते हैं हमारी ग्रुप की ओर ध्यान दें. സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. സഫമോള് സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല. ഇത് അടച്ചു വെച്ചേക്കും. അപ്പോൾ സഫമോളുടെ സീറ്റ് ബെൽറ്റ് ഇട്ടോ. അറിയോ? ആ ഓക്കെ. അവൾ സീറ്റ് ബെൽറ്റ് ഇട്ടു. ഞാൻ ഇട്ടെ. हर जैकेट में एक बात लगी जो बैटरी के पास जाने में चल जाती है. इस विमान में आपातकालीन निकास द्वार है, 2 द्वार सामने, 2 द्वार पीछे और विंग्स के ऊपर 4 खिड़कियां. इन्हें निकाल सकते द्वारों से पहचाना जा सकता है. आपातकालीन श्रेणी में फर्श पर लगी फ्लोरेसेंट बत्ती. ഇപ്പോൾ എയറോസ്റ്റസ് ആംഗ്യഭാഷയിൽ ഓരോന്നിങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ? കൈകൊണ്ടും ഒക്കെ ഇങ്ങനെ എന്തൊക്കെ ആംഗ്യഭാഷയിലൊക്കെ കാണിച്ച് കുമ്പിട്ട് നീർന്ന് നിസ്കരിക്കണം, എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതായത് എല്ലാ ഭാഷക്കാരും ഉണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആംഗ്യഭാഷ അത് ഓലൊരു ഇതാണ് കേട്ടോ. കണ്ടില്ലേ കാണിക്കണത്? ആ ഒരു ബുക്ക് ഉണ്ടാവും, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിമാനം സ്റ്റാർട്ടാക്കി. ഇവിടെ വിമാനം ഇളകി തുടങ്ങുന്നുണ്ട് കേട്ടോ. കുട്ടിയല്ലോ ചെവിയിലൊക്കെ വെച്ചിട്ട് എത്ര പണിയാന്നോ. അപ്പൊ നമ്മള് വിമാനം പതുക്കെ ഇതാ നീങ്ങി തുടങ്ങാൻ കേട്ടോ. ഒന്നിങ്ങനെ റൗണ്ട് അടിച്ച് വന്നിട്ട് ഇങ്ങനെ പോലാണല്ലേ നമ്മള്.
പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കനുണ്ട്. വെല്ല പോണ് അറിയില്ല. ഈ വിമാനം എന്താ മെല്ലെ പോകണേ, ഓൾക്ക് ഓടിക്കാൻ അറിയില്ലേ എന്നൊക്കെയാണ് സഫമോളെ ഡയലോഗ്. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാട്ട് വരുന്നത് കയറിയത്. അതുപോലെ തന്നെ അപ്പുറത്ത് വേറൊരു എയർ ഇന്ത്യ എക്സ്പ്രസ്സും അതുപോലെ തന്നെ കണ്ടു. ഇത് നേരെ അല്ലേനിക്കാണ്. അല്ലേനിക്ക് കയറി കഴിഞ്ഞാൽ അവിടുന്ന് എൻ്റെ ബ്രദറിൻ്റെ അവിടെ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അവസാനമായിട്ട് ഫ്ലൈറ്റ് ഉയർന്ന് പൊങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നും കൂടി ഒരു എന്തൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം ഉറപ്പ് വരുത്താനൊക്കെ ഇവിടുന്ന് ശരിക്ക് കാണാനാ. सीधी कर लें, टेबल को बंद कर दें और बाहर का दृश्य साफ दिखाई दे, क्योंकि शटर खुले रखें। कृपया अपना लैपटॉप का पाकिस्तानी साधनों का प्रयोग न करें। Ladies and gentlemen, we are ready for departure. Please keep your seats upright, your seats well fastened, pull back the tray table and raise the window blinds for clear outside view. Are required to stop using your laptop, computers, electronic items. അപ്പോൾ വിമാനത്തിൻ്റെ സൗണ്ടൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടത്. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. ആ ചിറകിൻ്റെ നിഴൽ കണ്ടില്ലേ, അത് അങ്ങനെ ആ ഒരു സ്പീഡ് ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഭയങ്കര സ്പീഡിൽ പോയിട്ട് ഇപ്പോൾ പോകും ആകാശത്തേക്ക്. ഇപ്പോൾ പോകും കേട്ടോ. പഴയതിനേക്കാൾ ഒന്നും കൂടി ഇതാ സ്പീഡ് കൂടി വരികയാണ്. ഇനി നല്ല ശക്തമായി ഇങ്ങനെ പോയിട്ട് ഒരൊറ്റ പൊന്തലായിരിക്കും. അപ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ശരിക്ക് ആ വിൻഡോൻ്റെ ആ ഒരു ഭാഗം ക്ലോസ് ചെയ്യരുത്, ഓപ്പണാക്കി വെക്കാനൊക്കെ എല്ലാവരോടും പറഞ്ഞിങ്ങനെ കേട്ടോ. അത് എന്താ എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല. ഇപ്പോൾ വിമാനത്തിന് ശബ്ദം കുറച്ച് കൂടി വന്നു എന്ന് മാത്രമല്ല നല്ല കുലുക്കമുണ്ട് കേട്ടോ. റോട്ടിലൂടെ ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ നാട് വിടാൻ പോവാട്ടോ. കേരളം വിട്ട് പറക്കുകയാണ് ആകാശത്തേക്ക്. ഇതാ കുറച്ചുകൂടെ സ്പീഡ് വീണ്ടും കൂടിക്കണം കേട്ടോ. സീറ്റ് ബെൽറ്റ് കണ്ട ഒരു കട്ടിയുള്ള സ്റ്റീൽ പോലത്താണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ വിശദമായി ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വിമാനത്തിൽ കയറാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കും കൂടി ഇത് കാണാനും കേൾക്കാനും കൂടി വേണ്ടിയിട്ടുണ്ടാവും ഞാനിത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. കയറി ശീലമായിട്ട് തോന്നുന്നൊരു വിഷയമേ ആവില്ല. എന്നാലും ആദ്യമായി കയറുന്നവർക്കും ഒക്കെ ഭയങ്കര ഒരു അതിർപ്പുണ്ടാവും ഇതിൽ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റൺവേ ഉണ്ടല്ലോ, ആ റൺവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ഒരു സ്പീഡ് കുറഞ്ഞ രീതിയിൽ കൂടി വരുന്നുള്ളൂ. ഇനി നല്ല രീതിയിൽ സ്പീഡ് കൂടി വരുമ്പോൾ ഫോൺ നമുക്കിങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ഇതാ നമ്മളെ വിമാനം ഇതാ വീണ്ടും സ്പീഡ് ഒന്നും കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ടിലൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇതാ ഒന്നും കൂടെ സ്പീഡ് കൂടുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കണ്ടില്ല? നല്ല രീതിയിൽ റൺവേ സ്പീഡിൽ പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ വിമാനം പറന്നുയരാൻ പോവുകയാണ്. ഈ ഒരു പോക്ക് എന്ന് വെച്ചാൽ നല്ല കുലുക്കും ഉണ്ട്, ആട്ടും ഉണ്ട് കേട്ടോ. ഭയങ്കര സ്പീഡും ഉണ്ട്. ഇതാ പൊങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ വിമാനം പറന്ന് പൊങ്ങണം കേട്ടോ. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ കേരളക്കര പച്ചപ്പ് ഒക്കെ ഇതാ വിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരും. ഇതാ പൊങ്ങട്ടോ, അത് പൊങ്ങണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ദാ നിലം വിട്ടു പറന്നു നമ്മുടെ വിമാനം ഉയർന്നു പൊങ്ങി. കണ്ടില്ലേ, തെങ്ങുകളും മരങ്ങളൊക്കെ ഒരുപാട് താഴെയായി. നമ്മളിതാ മുകളിലേക്ക് പൊന്തിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒന്നും സംഭവിച്ചില്ല, അറിയാതെ അങ്ങോട്ട് പൊന്തിട്ടാ. പിന്നെ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സൗണ്ട് തന്നെയാണ്, ഈ ഒരു സൗണ്ട് മാത്രം. നമ്മളെ പച്ച മലകളും പച്ച മരങ്ങൾ, തെങ്ങുകൾ അതൊക്കെ ദാ ഒരുപാട് താഴെയായി. നമ്മളിങ്ങനെ ഉയർന്നുകൊണ്ട് നിൽക്കണം. ഇപ്പോഴും ലെവലായിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു പച്ചപ്പ് ഇതാ വിമാനത്തിൻ്റെ താഴെ കൂടെ കണ്ടില്ല. ഇപ്പോൾ ഒരുപാട് ഹൈറ്റിലെത്തിയപ്പോൾ ശരിക്കും ഇതാ കുറേ വിട്ട് ചെറിയ കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകളൊക്കെ താഴെ എത്തിയതാ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടാ.
ഈ ഒരു ലെവൽക്ക് എത്തിയപ്പോഴത്തെ സ്ഥിതി നമ്മൾ പച്ചപ്പ് കാണുന്നുണ്ട്, ഇടയിലിടയിലുള്ള ഒരു വീട് കാര്യങ്ങൾ അതൊക്കെ അങ്ങകലേ ആയി. നമ്മൾ ഒരുപാട് ഹൈറ്റിലെത്തിയിട്ടാ, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് നമ്മളെ വീടുകൾ, മരങ്ങൾ, കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇതാ അത് മറഞ്ഞ് 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 മങ്ങി 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 ഇതാ നമ്മൾ ഏകദേശം ആകാശത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് വരുന്ന പോലെ കണ്ടില്ലേ? ആ ഒരു കാഴ്ച പറ്റ അങ്ങോട്ട് മാഞ്ഞുട്ടാ, കണ്ടില്ലേ? ഇപ്പം നമ്മൾ കാണുന്നത് വെറും ആകാശം, അതായത് നമ്മുടെ ഫ്ലൈറ്റ് നല്ല ഉയർന്ന ഹൈ പൊസിഷനിലെത്തി ലെവലായി നടത്തും. ഇപ്പം താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തൊരവസ്ഥ ഇങ്ങനെയായിട്ട് കാണുന്നത്, ഒന്നും കാണുന്നില്ല, കാണാത്തൊരവസ്ഥ. അതാ ചെറുതായിട്ടൊരു നിഴലിങ്ങനെ ഇപ്പം ഫുള്ളൊരു മഞ്ഞ് പോലെ ആയിട്ടാ. കണ്ടില്ല? എല്ലാ വിൻഡോകളുടെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഈ ഒരു നീലാകാശം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്താണ്, അതായത് 7:30 മണിക്കാണല്ലോ നമ്മൾ കയറിയത്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഒരു ഭാഗത്തേക്ക് നല്ല ഉണ്ടായിരുന്നു കേട്ടോ, മറുഭാഗത്ത് കുഴപ്പമില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു ലൈറ്റ് കണ്ടില്ലേ? കണ്ട ശരിക്കും സൂര്യനെ കാണണേ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഭാഗത്ത് കടൽ, ഒരു ഭാഗത്ത് കര എന്നുള്ള രീതിയിലാണ്. Looks like we've got smooth sailing. The seatbelt sign is now officially off. You can move around the cabin as needed, but remember, it's always a good idea to keep your seatbelt fastened while seated. നമ്മൾ വളരെയധികം ഹൈറ്റിൽ ആണ് ഇപ്പോൾ ഉള്ളത്. കാണുന്നുണ്ടോ? മേഘങ്ങളുണ്ട് കാണുന്നത്. ഇപ്പോൾ താഴെ ഇപ്പം നമ്മളെ റോഡും കുന്നും മലകളും എല്ലാം മറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ വീണ്ടും മേഘത്തിൻ്റെ ഉള്ളിൽ പെട്ടു. ഫ്ലൈറ്റ് പൊന്തി ലെവലായപ്പോലെ പറഞ്ഞിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഒഴിവാക്കാന്നാണ്. അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഊരിട്ടു. നമ്മൾ ഒരു ഭാഗത്ത് കടൽ കാണാൻ തുടങ്ങിട്ടോ, കര ഒരു ഭാഗം, ആ ഭാഗം മുഴുവൻ കടലാണ്. നോക്കിയിട്ട് കടല് ശരിക്കും കാണുന്നില്ല. ഈ ലൈനിട്ട ഭാഗം കര കഴിഞ്ഞ് അപ്പുറത്ത് കടലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കടലിൻ്റെ മുകളിലൂടെയാണ് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കര കഴിഞ്ഞു, കടലിലേക്ക് പ്രവേശിക്കണ്ട. കര ഈ ഭാഗം മുഴുവൻ കരയാണ്. അപ്പോൾ നമ്മൾ കടലിൻ്റെ മുകളിലൂടെയാണ് പറക്കുന്നത്. മാഷാ അല്ലാഹ്, മേഘങ്ങളൊക്കെ താഴെയായിട്ടുള്ളതേ കാണുന്നത്. നമ്മളിതാ കടലിൻ്റെ മുകളിൽ എത്തിയിട്ടാ. ഇനി നമ്മൾ കടൽ കടന്ന് പോകുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കടലിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പറക്കുന്നത് കേട്ടോ. കര കഴിഞ്ഞു, ഇനി കടലാണല്ലോ ഇഷ്ടം പോലെ. അറബിക്കടലിൻ്റെ മുകളിലൂടെ അങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ താഴ്ഭാഗത്തൊക്കെ മഞ്ഞ് പോലെ മേഘങ്ങളാണ് കേട്ടോ. അപ്പം മേഘങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഫമോള് വിമാനത്തിലൂടെ അങ്ങനെ നടക്കുക കേട്ടോ. അവൾ ഇരിക്കുന്നില്ല. കുറേ അരിസീറ്റ് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അവിടെയൊക്കെ സീറ്റ് ഒഴിവുണ്ട്, അവിടെ വേണേൽ പോയിരിക്കാം. അപ്പോൾ നമ്മുടെ എയർ ഹോസ്റ്റസുമാരിതാ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആകാശത്തിൻ്റെയും കടലിൻ്റെയും ഭൂമിയുടെയൊക്കെ ഇടയിലാണ്. എന്താല്ലേ, ഇപ്പോൾ നമ്മൾ താഴെ കടല്, മുകളിൽ ആകാശം, അതിൻ്റെ ഇടയിലാണ് കേട്ടോ.
ശരിക്കും എന്ത് ഭംഗി കാണാനെന്ന്. നല്ലൊരു നീലയും വെള്ളയും മേഘങ്ങൾക്കിടയിലൂടെ നമ്മൾ പറക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ശക്തമായ മഞ്ഞ് പോലെ കേട്ടോ. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, മേഘങ്ങളും കാണുന്നില്ല, ഒന്നും കാണില്ല. ശക്തമായ വെറും ഒരു മഞ്ഞ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മേഘത്തുമ്പോൾ തട്ടിയിട്ട് വിമാനത്തിന് നല്ല കുലുക്കമുണ്ട് കേട്ടോ. നല്ല കുലുങ്ങൻ അനുഭവപ്പെടുന്നത് കണ്ടോ, ശരിക്കും കുലുങ്ങുന്നുണ്ട്. നല്ല ഹൈറ്റിലെത്തുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചെവി വേദനയൊക്കെ അനുഭവപ്പെടും. ഒരു കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതാ എയർ ഹോസ്റ്റസ്മാരൊരു വണ്ടി ഇങ്ങനെ ഉന്തി കൊണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ വെള്ളം, കോഫി, ബ്ലാക്ക് കോഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ബാക്കൊക്കെ വന്ന് നോക്കിയിട്ടാണ്. ഒരുപാട് സീറ്റുകളൊക്കെ ഒഴിവുണ്ട്. ഇതാണ് ഏറ്റവും ബാക്കത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ. ബാക്കിലൊക്കെ ഫുള്ള് എല്ലാവരും ഉറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഉറക്കത്തിലാണ് എല്ലാവരും. അപ്പോൾ എല്ലാം കാണിച്ച കൂട്ടത്തിൽ ഇതാ ബാത്റൂമും കാണിച്ചിട്ട്, വാഷ് ബേസ്, ക്ലോസറ്റ് ആണ്. ഇതാണ് ഫ്ലൈറ്റത്തെ ബാത്റൂം എന്ന് പറഞ്ഞാൽ. ഞാനിവിടെ എത്തി നോക്കിയപ്പോൾ എയർ ഹോസ്റ്റസ്മാർ നല്ല ഫുഡ് അടിയാണ് കേട്ടോ. 2 പുഴുങ്ങിയ മുട്ട, പിന്നെ വേറെ എന്തൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ ഒരു ട്രയൽ വെച്ച് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവരോട് പറഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിലൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഫുഡ് ഇല്ല കേട്ടോ. ഞങ്ങൾ കയറിയില്ല, അങ്ങനെ ഉണ്ടോ അറിയില്ല. മറ്റ് ഇത്തിഹാദിലോ എയർ അറേബ്യയിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേക്കെ. ഇതിൽ ഫുഡും കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ടില്ല, ക്യാഷ് കൊടുത്താൽ കിട്ടും. അപ്പോൾ സഫമോൾക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ വിമാനത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് പോകട്ടെ. കണ്ട ചെരിഞ്ഞ് നിൽക്കണേ, അതിൻ്റെ ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കും. ഇപ്പോൾ താഴ്ഭാഗത്ത് കടലാണ് കേട്ടോ. കടലിൻ്റെ ചെറുതായിട്ടൊരു നിഴൽ പോലെ ഇങ്ങനെ കാണുന്നുണ്ടോ. ഒരുപാട് സീറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ മാറി മാറിയൊക്കെ ഇരുന്നു. അപ്പോൾ ഈ വിമാനത്തിൽ നല്ല കുലുക്കാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഒന്നും കൂടി ഇടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സഫമോൾ ഉറങ്ങി കേട്ടോ. സഫമോൾ ഉറങ്ങി. ഷിഫ്റ്റ് അവിടെ സീറ്റ് ഒന്ന് മാറിയിരുന്നു. അപ്പോൾ കടലിൻ്റെ മുകളിലൂടെ ഉണ്ട് നമ്മൾ പറക്കണത്. ചിലപ്പോൾ മേഘത്തുമ്പോൾ തട്ടുമ്പോൾ നല്ല ശക്തമായ ഒരു കുലുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവർ ബെൽറ്റ് ഇടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബെൽറ്റൊക്കെ ഇട്ടതാണ്. ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കുലുക്കം വരുമ്പോൾ ബെൽറ്റ് ഇടാൻ വേണ്ടി ആവശ്യപ്പെടും, അനൗൺസ്മെൻറ്റ് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ബെൽറ്റ് ഇടുക. അങ്ങനെയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു നിയമത്തിലെ എന്താ അതിപ്പോൾ ആകാശത്തും അല്ല ഭൂമിയിലും അല്ല, വായുവിലൂടെ അങ്ങനെ പറന്ന് അതിശക്തമായ വേഗതയിൽ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എന്താ പറയുക ലാസ്റ്റ് നൈറ്റ് വേണ്ടാന്ന്. തിരിച്ചു പോകുമ്പോൾ നൈറ്റ് ആയിരിക്കും. സൂര്യൻ ഉദിക്കുന്ന ആ ടൈമിലുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. കടലിലൂടെ കപ്പൽ പോകുന്നൊരു മനോഹരമായ കാഴ്ച കേട്ടോ. കാണുന്നുണ്ടോ അറിയില്ല. വെള്ളം ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലിൻ്റെ മേലാണല്ലോ. അപ്പോൾ കപ്പലിങ്ങനെ പോകുന്ന ഒരു ഇതിങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട്. നല്ല ഹൈറ്റിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും അറിയില്ല കേട്ടോ. കടൽ കാണുന്നുണ്ടെങ്കിൽ കടൽ ശരിക്കും അത് താഴെ കാണുന്ന വെള്ളം പോലെ ഉള്ളത് കടൽ. അതിൻ്റെ മുകൾ ഭാഗത്ത് ആ മഞ്ഞ് പോലെ ഇങ്ങനെ മേഘട്ടാ. പക്ഷെ എന്നാലും കടൽ വിശാലമായി പരന്നു നിൽക്കുന്ന കടലിൻ്റെ മുകളിലൂടെ ഇപ്പോൾ നമ്മൾ പോകുന്നത്. കര എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗമല്ലുള്ളൂ, ബാക്കി മുക്കാലും കടലല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് ഈ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിൽ പൊന്തി കഴിഞ്ഞാൽ പിന്നെ ഒരു അനക്കവും ഇല്ല കേട്ടോ. നമ്മൾ ശരിക്കും ചെയറിലിരിക്കൂലേ, കസാരയിൽ ഇരിക്കണം അതേപോലെ തന്നെ അനങ്ങാതെ. ഈ ഒരു സമയത്ത് എല്ലാവരും ഉറങ്ങുന്ന ടൈമാണ് കേട്ടോ. അതായത് കുറച്ച് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അറിയാതെ ഓട്ടോമാറ്റിക്കലി ഉറങ്ങും. അപ്പോൾ ഉറങ്ങണ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ കാണിച്ചു തരട്ടാ. എല്ലാവരും അറിയാതെ ഉറങ്ങും. അറിയാതെ എന്ന് വെച്ചാൽ കുറച്ചങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉറങ്ങിപ്പോവാണ്. അതിങ്ങനെ അപ്പോൾ നമ്മളൊരു അവസ്ഥ അങ്ങനെയാണ്. പിന്നെ നല്ല ഹൈറ്റിലെത്തി കഴിയുമ്പോൾ നല്ല തണുപ്പ്. അങ്ങനെ ഫ്ലൈറ്റ് യാത്രയിൽ ഭയങ്കര ഉറക്കമാണ്. സഫമോൾ ഉറങ്ങി, ഷിഫ് ഉറങ്ങി, മുത്തുറങ്ങി. അപ്പോൾ നമ്മൾ 3 കുട്ടികൾ നല്ല ഉറക്കമായിട്ടാ. ഓലപ്പച്ചി ഉറങ്ങി നീച്ചു കേട്ടോ. ഇപ്പോൾ സഫമോളൊക്കെ എപ്പോൾ ഉറങ്ങുകയാണ്.
അതുപോലെ മുത്തും ഷിഫും ആ 2 സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ സഫമോൾക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടാണ്, നൂഡിൽസും അതുപോലെ തന്നെ ഒരു ജ്യൂസും. ഈ നൂഡിൽസിൻ്റെ വില എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളൊരു വെള്ളം ഒഴിച്ച് കണ്ട് നൂഡിൽസ് ഉണ്ടാക്കൂലേ, ഒരു ചുടുവെള്ളം ഒഴിച്ച് മസാല ഒക്കെ ഇട്ട് നമ്മളെ നാട്ടിൽ വെറും 30-35 രൂപ വരുന്ന ഈ ഒരു നൂഡിൽസിൻ്റെ ഫ്ലൈറ്റിൻ്റെ വില 500 രൂപ. 500 രൂപയാണ് ഈ ഒരു പച്ച വെള്ളം ഒഴിച്ചുണ്ടാക്കുന്ന ആ ഒരു നൂഡിൽസിന്. അതുപോലെ തന്നെ ചെറിയൊരു കുപ്പിയിലൊരു ഫ്രൂട്ടി, അതിന് 250 രൂപ. മൊത്തം ഈ ഒരു സംഭവങ്ങൾക്ക് 750 ആയത്. സത്യം പറഞ്ഞാൽ 250 രൂപ, ഇതിന് 500. നമ്മളെ നാട്ടിൽ വെറും 100-ന് താഴെയാണ് ഇതിന് റേറ്റ് വരിക. മിക്സ് ചെയ്യണ്ടേ? വരുണ്ടോ? കടല് കഴിഞ്ഞു, ഒക്കെ മരുഭൂമി കാണാൻ തുടങ്ങിയിട്ട്, ഗൾഫ് രാജ്യം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുൾ മരുഭൂമി. കടൽ നമ്മളെ നാട്ടിൽ നിന്ന് കയറുമ്പോൾ കടലെത്തുന്നതിന് മുമ്പായിട്ടൊരു പച്ചപ്പാണുള്ള കാണല്. പക്ഷേ ഈ കടൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് ഒമാന് ആ ഒരു ഭാഗമൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അറേബ്യയിലേക്ക് നമ്മൾ കടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന ഫുള്ള് മരുഭൂമി കേട്ടോ, ഫുൾ മണൽ കൂനകൾ മുഴുവനായിട്ട് അതാണുള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ നമ്മൾ അറബ് നാട്ടിൽ എത്തിക്കുന്നതിന് അർത്ഥമാണത്. അതായത് ഫുള്ള് മരുഭൂമി കേട്ടോ, മരുഭൂമികൾ, പാറക്കെട്ടുകൾ മാത്രമുള്ള സ്ഥലം. അപ്പോൾ തന്നെ ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ വിമാനയാത്ര ഇതാ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുമ്പോഴത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മളെ പച്ചപ്പും നാടും വിട്ടിട്ട് ഇതാ വെറും പാറക്കല്ലുകൾ, മലകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത്. പഠിച്ചോനെ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും. മൊത്തത്തിലാകെ വെറും പാറക്കല്ലുകൾ മാത്രമാണ്, മലകൾ, പാറകൾ, അതിൻ്റെ ഇടയിലൂടെ റോഡുകൾ കാണുന്നുണ്ടാവില്ല. നമ്മളിങ്ങനെ ഇറങ്ങി തുടങ്ങണേ ഉള്ളൂ. ശരിക്ക് ഇവിടെ എത്തിയപ്പോൾ അതൊരു സ്ഥിതി ഇതാണ്, വെറും മരുഭൂമി, ഒരു മരം ഇല്ല, ഫുള്ള് വലിയ വലിയ പാറകൾ. ഓ, ഒരു ഭാഗത്ത് കടലാണ്, മറുഭാഗത്ത് മുഴുവൻ ഈ രീതിയിലുള്ള മലകളാണ്, കുന്നുകളാണ്, അതിൻ്റെ ഇടയിലൂടെ ഓരോ റോഡുകളാണ്. ഒരു വെയിലാണ്. നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഇറങ്ങി താഴെ എത്തണം കേട്ടോ. അടച്ചറബേ, നമ്മളിതാ മരുഭൂമിയിലേക്കാണ് ഇറങ്ങണം കേട്ടോ. ഭയങ്കര എന്താ പറയുക, അതൊക്കെ ഇപ്പോൾ ഒരു തലകറക്കം ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പോൾ സഫമോൾ അങ്ങോട്ട് പോയിട്ടാ, സഫമോൾ ആ ജനലിൽ കൂടെ നോക്കുകയാണ്, ഞാൻ ഈ ജനലാണ്, മൂത്ത ഷിഫ് അവിടെയാണ്. അത് നമ്മളെ ഗൾഫ് രാജ്യത്തിൽ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഭയങ്കര ചൂടാണെന്ന് ബ്രദർ ആദ്യമേ പറഞ്ഞിരിക്കണേ. ഇനി ഏതൊക്കെയാണ് സ്ഥിതി പഠിച്ച റബ്ബിനെ അറിയാം. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ലാൻഡിങ്ങിലാണ് കേട്ടോ. താന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. There goes the seatbelt sign. Please sit down and buckle up. Thanks. അപ്പോൾ എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ഇടാൻ വീണ്ടും നിർദ്ദേശം വന്നിരിക്കുന്നു. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മൾ മരുഭൂമിയും മണൽക്കാടുകളും പാറകളും കുന്നുകളും മാത്രം കാണുന്ന സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ പച്ചപ്പ് വിട്ടുപോയി. നാട്ടിലത്തെ പച്ചക്കാടുകൾക്ക് പകരം ഇവിടെ പാറക്കാടുകൾ, പാറമടകൾ എന്നൊക്കെ പറയില്ലേ, വെറും പാറക്കൂട്ടങ്ങൾ മാത്രം ഉണ്ടാവും ഉള്ളത്. പാറക്കൂട്ടങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നിങ്ങൾ കണ്ടാവും വലിയൊരു ചെറിയൊരു കുളം പോലെ അരുവി.
ഈ ഒരു പാറക്കൂട്ടങ്ങളുടെ മരുഭൂമികൾക്കിടയിൽ ഒരു പച്ചപ്പ് കണ്ടു. പച്ച ഒരു ചെറിയൊരു കുളം പോലത്തെ സംഭവം കേട്ടോ. കുറേ ദൂരത്തു നിന്നാണ് കാണുന്നത്. അത്യാവശ്യം വലിപ്പം ഉണ്ടാവും വേണമെങ്കിൽ. ഇത്രയും ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ കുറഞ്ഞൊരു രീതിയിൽ ഒരു ശരിക്കൊരു കുളം പോലെ തോന്നട്ടാ. ഒരു കുളം ശരിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ട് എനിക്ക്. മാഷാ അല്ലാഹ്. സഫമോൾ അപ്പോ എവിടെത്തി? നമ്മൾ ഞമ്മള് ഐസുമോനും ഷസിൽ മോനെയൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഈ ഒരു രീതിയിലൊരു പച്ചപ്പ് ഇങ്ങനെ കാണട്ടാ. അത് കൃഷി ചെയ്തതാണ്. ഒരിക്കലും അത് മറ്റേ എന്താ പറയാ, ഒരിക്കലും ഉണ്ടായതല്ല. നമ്മുടെ നാട്ടിലുള്ള പോലെ കാടല്ല. അത് കൃഷി ചെയ്ത് നനച്ചുണ്ടാക്കുന്ന തോട്ടമാണ്. ഈത്തപ്പഴത്തോട്ടങ്ങളായിരിക്കും ഒരു പക്ഷേ. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഇത് നമ്മുടെ നല്ല ചെറുതായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ താഴെ നമ്മളെ ഫ്ലൈറ്റ് ഇങ്ങനെ കുത്തനെയുണ്ട്. ഫ്ലൈറ്റ് ഇങ്ങനെ കുത്തനെ താഴോട്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്പോൾ ചെറിയ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കാണണ്ട, ചെറുതായിട്ട് കാണുന്നുള്ളൂ. ചില അങ്ങാടികൾ, സൂക്കുകൾ, അതൊക്കെയാണ് ഒരു പട്ടണം പോലെ. ഇങ്ങനെ ഇവിടുന്ന് നമ്മൾ ചിത്രം വരക്കണം അതേപോലെ തന്നെ കേട്ടോ. തലക്ക് ചെറുതായിട്ടൊരു കറക്കം പോലെ അങ്ങനെ തോന്നുന്നുണ്ട്. ഈ ചിത്രം വരക്കണ രീതിയിലുള്ള ചെറിയ കേട്ടോ, നമ്മൾ ചിത്രം വരക്കണ ചെറിയ തീപ്പെട്ടി കൂടെ ഉണ്ടാവില്ലേ, അതുപോലെ ഉണ്ട് തോന്നുന്നത് ബിൽഡിംഗ് ഒക്കെ. നല്ല രസമുണ്ട് മക്കളെ കാണാൻ. മാഷാ അല്ലാഹ്. ചെരിയുന്നുണ്ട് വിമാനം പതുക്കെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെരിയണൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ശരിക്കും ചെരിയണ കാണുന്നുണ്ട്, ഇളകണമുണ്ട്. പതുക്കെ അൽഹംദുലില്ലാഹ്. കൃഷിയല്ല അപ്പം മോളെ, അതൊക്കെ വീടാണ്. പച്ച ചെറുതായിട്ട് അതല്ല, അത് ഈത്തപ്പഴ തോട്ടങ്ങളെ കാരണം. നല്ല ചൂടേക്കാരം ഇവിടെ. ഇതിനുള്ളിൽ നല്ല AC തണുപ്പൊക്കെയാണ്. പക്ഷേ അവിടെ ഒരു കാട്, ഒരു മല കണ്ടിട്ടത് അവിടെ പച്ചക്കാട്. ഇത് ഈത്തപ്പഴത്തോട്ടം ആവാനാണ് ചാൻസ്, എന്താ അറിയില്ല. ഇതാണ് അല്ലൈനിലാണ് നമ്മൾ ഇറങ്ങണത്, UAE-യിൽ അല്ലൈനിൽ. ഇപ്പോൾ ഇവിടെ ഒരുപാട് ബിൽഡിങ് കൂടി വന്നു. ഇഷ്ടം പോലെ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ സഫമോൾ ബാക്കിൽ കൃഷിയുടെ കൂടെ. ഇവിടെ ഒഴിഞ്ഞ മരുഭൂമിയാണ്, ഒന്നുമില്ല. മഞ്ഞ കളറുണ്ടാവും. ഞങ്ങളവിടെ പച്ചയാണ്, ഇവിടെ മഞ്ഞ. കാലി മരുഭൂമിയുണ്ട് ഇവിടെ. ശരിയുണ്ട് കേട്ടോ. വിമാനം ചെരിയുമ്പോൾ നമ്മൾ ശരിക്കും അറിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ UAE-യിൽ ഇറങ്ങുകയാണ്. ഇതാ വിമാനം ശക്തമായി താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരൊറ്റ ചാട്ടാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഞെട്ടുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി കാണാം കേട്ടോ.